നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ചായ കുടിക്കേ. ഓ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോട്ടെ. പറഞ്ഞിട്ട് പോട്ടെ എന്നാ? എങ്ങോട്ട്? എടി തുണിക്കച്ചവടക്കാരി, നാളെ നിന്റെ അച്ഛനാ നിശ്ചയത്തിന് ആദ്യം എത്താൻ പോകുന്നത്. നിശ്ചയത്തിന് വരാത്തതിന് നിന്റെ വേലമാമനുള്ളത് വെച്ചിട്ടുണ്ടെന്നാ നിന്റെ അച്ഛൻ പറഞ്ഞത്. നിന്റെ ബാലമാമൻ നാളെ നിശ്ചയത്തിന് വന്നില്ലെങ്കിൽ നിന്റെ അച്ഛൻ തന്നെ പറപ്പിക്കും മാഷിനെ. അശോ ചേച്ചി, എന്റെ ബാലമാമൻ വരാത്തടത്തേക്ക് ആരോ വന്നാലും എനിക്കെന്താ? ആ, ബാലമാമനോട് ആരെങ്കിലും സംസാരിക്കുന്നത് സൂര്യനെ നോക്കി പട്ടി കുരയ്ക്കുന്ന പോലെ. ആരും മൈൻഡ് ചെയ്യില്ല. എന്റെ ബാലമാമനെ അപമാനിക്കാൻ നോക്കിയാ സ്വയം അപമാനിതനാവുന്നല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. ഇതൊക്കെ സഹോദരനെ പറഞ്ഞ് മനസ്സിലാക്ക അശോ ചേച്ചി. ഈ കൊതുകിനെ കൊണ്ട് ഭയങ്കര ശല്യാണല്ലോ. പുറത്തുനിന്ന് വലിഞ്ഞേറി വന്ന കൊതുക കടിച്ചിട്ട് അങ്ങ് ചൊറിയുക. എന്തൊരു ചൊറിച്ചില്. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ആകാശ് ഇതുവരെ എത്തിയില്ലേ? ഇല്ല മാഡം, ചെയറെടുത്ത് മാറ്റിക്കോട്ടെ. ആകാശ് വന്നാ എന്നെ ഇൻഫോം ചെയ്യണം. ശരി മാഡം. ഇവരെന്തിനാ എപ്പോഴും ആകാശ് സാറിനെ പറ്റി കുറ്റം പറയുന്നത്? എനിക്കറിയില്ല. സാർ ജോലി നോക്ക്. ഗുഡ് ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എന്താ എല്ലാവരും എന്നെ ടെൻഷനോടെ നോക്കുന്നത്? ആകാശ് വന്നാലുടൻ ശ്രേയാ മാഡത്തിന് അറിയിക്കാൻ ദിലീപിനോട് പറഞ്ഞിരുന്നു. എന്താ കാര്യം അറിയില്ല. ആകാശ് വന്നപ്പോഴേ ദിലീപിന്റെ ഓട്ടം കണ്ടില്ലേ? ഇൻഫോം ചെയ്യാൻ പോയതാ. എല്ലാരോടും എനിക്കൊരു സന്തോഷം പറയാനുണ്ട്. നാളെ എന്നെ പെണ്ണ് കാണാൻ ഒരു കൂട്ടര് വരുന്നുണ്ട്. അവിടെ വെച്ച് തന്നെ കല്യാണം ഉറപ്പിക്കൽ ചടങ്ങും ഉണ്ടാവും. കൺഗ്രാറ്റ്സ് മാഡം. ചെക്കൻ എവിടുന്നാ? എന്ത് ചെയ്യുന്നു? കുട്ടനാട്ടുകാരൻ തന്നെയാ. ജോലി ചെയ്യുന്ന നാടിന്റെ മരുമകളാവാൻ പോവാ. അത് നന്നായി മാഡം. ഭാഗ്യവാനായ വീരശൂര പരാക്രമി ആരാ മാഡം? അത് നിങ്ങൾക്ക് എല്ലാവർക്കും നേരിട്ട് കാണാമല്ലോ. അല്ല, കുട്ടനാട്ടുകാരൻ തന്നെ അല്ലേ? പിന്നെ എന്തിനാ മാഡം ഈ സസ്പെൻസ്? തറവാട്ട് പേരെങ്കിലും പറയാമല്ലോ. ചിലപ്പോ എനിക്ക് അറിയാവുന്ന ആളാണെങ്കിലോ. VIP യാ. പക്ഷെ ആ VIP-യുടെ പേരറിഞ്ഞാ നിങ്ങൾ എല്ലാരും ഞെട്ടും. അല്ല, VIP-യുടെ പേര് പറഞ്ഞൂടെ മാഡം? നാളെ വരെ വെയിറ്റ് ചെയ്, അപ്പൊ അറിയാം. നിങ്ങളെല്ലാരും അവിടെ ഉണ്ടാവണം. എനിക്ക് അമ്മയല്ലാതെ വേറെ റിലേറ്റീവ്സ് ആരുമില്ല. ഇപ്പൊ എന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ടുള്ളത് ഞാൻ കുടുംബമായിട്ട് കരുതുന്ന ഈ ഓഫീസിലെ നിങ്ങളെല്ലാരും. മാഡം വിഷമിക്കല്ലേ, ഞങ്ങൾ എല്ലാരും മാഡത്തിന്റെ കൂടെ തന്നെ ഉണ്ട്.
ഞങ്ങളെല്ലാരെയും കുടുംബമായിട്ട് കണ്ടല്ലോ. താങ്ക്സ്. ആകാശേ, ശ്രേയ മാഡം പെണ്ണ് കാണൽ ചടങ്ങിന് വിളിച്ചപ്പോ ആകാശിന്റെ മുഖത്ത് നോക്കിയതേ ഇല്ലല്ലോ. എന്താ കാര്യം? പോയി മേഡത്തോട് ചോദിക്കും, എനിക്കറിയില്ല. എൻഗേജ്മെന്റ് കാര്യം പറയാനായിട്ട് മാഡം ആകാശ് വരുന്നവരെ വെയിറ്റ് ചെയ്തെന്തിനാ? അതും മേഡത്തോട് ചോദിക്കേ, എനിക്കറിയില്ല. ഓ, വലിയ VIP ആണ് ചെക്കനെന്ന് പറഞ്ഞല്ലോ. ആരായിരിക്കും ആകാശ് അത്? ആ, മനസ്സിലായി. ഇത് മാഡത്തോട് ചോദിക്കാനല്ലേ? ശ്രേയ മാഡം മുഖത്ത് നോക്കിയില്ലെന്ന് വെച്ച് ആകാശ് ഫംഗ്ഷൻ ഒന്നും വരാതിരിക്കരുത്. ചിലപ്പോ പണിഷ്മെന്റ് കിട്ടിയാലോ. കേട്ടില്ല. ആ സുധിമോനെ, ആ അമ്മായി പറ. നാളെ എന്റെ മോൻ അരവിന്ദന്റെ കല്യാണ നിശ്ചയ. വീട്ടിലെല്ലാരും കൂട്ടി വരണേ. നാളെയോ അമ്മായി? ബാലമാമൻ എന്തേ? അ- അ- അദ്ദേഹം തിരക്കിലാണ്. ഓ, കല്യാണ തിരക്കിലാണല്ലേ? ആ എന്നിട്ട് ബാലമാമൻ വിളിച്ചില്ലല്ലോ. ഏ അദ്ദേഹം വിളിച്ചില്ലെങ്കിൽ നീ വരില്ലേ? എന്നാ പിന്നെ വെക്കണ ഫോൺ. അനുമോളെ, ഫോൺ ചെയ്ത് ചുമ്മാ സമയം കളയണ്ടെന്ന് നിന്റെ അമ്മയോടൊന്ന് പറ. ഏതെങ്കിലും അമ്പലനടയിൽ ചെന്ന് മോനോട് താലി കെട്ടാൻ അമ്മയോടൊന്ന് പറഞ്ഞു കൊടുക്കുമോളെ. നീ മനുഷ്യ, സ്വന്തം മോന്റെ കല്യാണ നിശ്ചയത്തിന് വരാതെ മാറി നിന്നാ നാട്ടുകാർ നിങ്ങളെ വെറുതെ വിടില്ല. എടി ഹേമേ, ഈ നാട്ടുകാർക്കെല്ലാം എന്നെ നന്നായിട്ട് അറിയാം. ഓ, അവര് ഇവിടെയുള്ളവരല്ലേ. ഉം. ഇവിടെ നീയും നിന്റെ മോനും ചെയ്യുന്നത് എന്താണെന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. നാട്ടുകാർ നിന്നെ ചോദ്യം ചെയ്യൂ. അതിനെല്ലാം മറുപടി കൊടുക്കാൻ തയ്യാറായിക്കോ. അക്കുചേട്ടാ, എന്തെങ്കിലും പറഞ്ഞ് ബാലമാമനെ മാറ്റ. എന്തിന്? ബാലമാമനോട് അരവിന്ദേട്ടനും അമ്മായും വഴക്കുണ്ടാക്കും. വഴക്കുണ്ടാക്കട്ടെ, എന്നാലേ ഈ കല്യാണത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റൂ. പിന്നെ നീ ഇത് കണ്ടതായിട്ടോ കേട്ടതായിട്ടോ ഒന്നും അടിക്കണ്ട. ഈ നിശ്ചയം എങ്ങനെ നടക്കാൻ പോകുന്നെന്ന് എനിക്കൊന്ന് കാണണം. കാത്തിരുന്നു കാണാം നമുക്ക്.